സൗന്ദര്യത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് ഈ ഫേസ് പാക്ക് കേട്ടോ. ഫേസ് പാക്കിന് വേണ്ടി നമ്മൾ മറന്നു പോകുന്ന ഒന്നാണ് നമ്മളെ ഈ ഇൻഗ്രീഡിയൻസ്: കടലമാവ്, തക്കാളി, വെള്ളരിക്ക എന്നീ ഇതൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ബൗളിലേക്ക് ഗ്രൈൻഡ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ വെള്ളരിക്ക ഗ്രൈൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ചെറുതായിട്ടൊരു ജ്യൂസ് കിട്ടത്തുള്ളൂ. അതൊരു സിറം എന്ന് വേണമെങ്കിൽ പറയാം വെള്ളരിക്ക. അപ്പം അത് നമുക്ക് എണ്ണമയവും അതുപോലെ തന്നെ യുടെ ഗുണങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി ഒന്നുമില്ല. സ്കിൻ ബ്രൈറ്റനിങ് ആവാനും, നമ്മളെ ടാൻ റിമൂവ് ആവാനും, അതുപോലെ നമ്മളെ എണ്ണമയം കുറച്ച് നമ്മളെ വൈറ്റമിൻ സി ഒക്കെ നന്നായിട്ട് കൂട്ടാനും, നമ്മളെ തക്കാളിയും അതുപോലെ തന്നെ വെള്ളരിക്ക നന്നായിട്ട് അണങ്ങുന്ന ഒരു ഗുണമാണ്. നമ്മളെ സ്കിന്ന് നല്ലൊരു സ്മൂത്തനിങ്ങും നല്ലൊരു ഹൈലൈറ്റർ ഇടുന്നതാണ് ഇത് രണ്ടും. അതുപോലെ ബേസിങ് നമ്മളെ കടലമാവ് പ്രത്യേകിച്ച് പറയാനില്ല, നല്ലൊരു ഹൈലൈറ്ററാണ്. നമ്മളെ കോഫി പൗഡർ കണക്ക് തന്നെ വെള്ളരിക്ക നമ്മുടെ മുഖത്ത് മാത്രമല്ല നമ്മുടെ ശരീരത്തിനും ഏറ്റവും നല്ലൊരു കണ്ടന്റ് തരുന്നതാണ്. എപ്പോഴും നമുക്ക് ഒരു വാട്ടർ അബ്സോർബിങ്ങും അതുപോലെ ഹൈഡ്രേഷനും ഒക്കെ തരുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ വെള്ള കടലയും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. തക്കാളിക്ക് അതുപോലെ തന്നെയാണ്. തക്കാളിക്കും ആസിഡിറ്റി ഒരുപാട്, വൈറ്റമിൻ സിയും ആസിഡിറ്റിയും വൈറ്റമിൻ ഇ ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടലമാവും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കടലമാവും കൂടെ കുറച്ച് ഇടുമ്പോൾ നമ്മളെ മുഖത്തുണ്ടാകുന്ന കുറച്ച് പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് സ്പോട്ട്സും എല്ലാം മാറി കിട്ടാൻ നല്ല വൃത്തിയെ സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. നല്ല വൃത്തിയെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം നമ്മൾ നമ്മളെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും നമ്മൾ ചെവിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് എനിക്ക് കുറച്ച് വെള്ളരിക്ക നീര് കുറച്ചും കൂടെ എടുത്തപ്പോൾ നന്നായിട്ട് ലൂസായി പോയി കേട്ടോ. എടുത്തപ്പോൾ കൂടിപ്പോയി. അതാണ് എൻ്റെ നല്ലൊരു ഡാർക്കായിട്ട് കാണാൻ പറ്റാത്തത്. അപ്പോഴും നമ്മളെ ഈ മഴക്കാലത്തായാലും വെയിലത്തായാലും നമ്മളെ മുഖത്ത് ഓയിലി സ്കിന്നാണെങ്കിൽ നന്നായിട്ടത് കാണപ്പെടും കേട്ടോ. അപ്പം ഏറ്റവും കൂടുതൽ നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഈ നാരങ്ങ നീര് കൂടുതൽ ഉപയോഗിച്ചിട്ട്, അല്ലാത്ത ഓയിലി സ്കിന്നുകാർക്കും നമ്മുടെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ ഓയിലി സ്കിന്നൊക്കെ എടുത്താൽ കുറച്ചും കൂടി നല്ല ഗ്ലോ കിട്ടും. അതൊക്കെ ഇട്ട് ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചെടുത്ത് മാറ്റി നോക്കിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലോ എനിക്ക് കാണുന്നുണ്ട് കേട്ടോ. അപ്പം ചെറിയൊരു മാറ്റം, നല്ല വൃത്തി മാറ്റം നന്നായിട്ട് കാണുന്നുണ്ട് കേട്ടോ മുഖത്ത്. അത് നമ്മളെ കരിവാളിപ്പ് മാറ്റാനും അതുപോലെ ചർമ്മത്തെ കൂടുതൽ നമുക്ക് നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനൊക്കെ നല്ല വൃത്തി സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അത്ഭുതമായിപ്പോട്ടെ. നല്ലൊരു മാറ്റമുണ്ട് കേട്ടോ. ഈ മുഖക്കുരുവിൻ്റെയൊക്കെ നന്നായിട്ട് മാറാനും സഹായിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന സ്പോഞ്ച് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇതിൻ്റെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴിച്ചാൽ അതിങ്ങനെ നല്ലോണം റൗണ്ട് ചെയ്ത് നമ്മൾ നോർമൽ ഒരു സ്പോഞ്ച്, നമ്മൾ ഇടുന്ന സ്പോഞ്ച് കണക്കൊക്കെ വരും കേട്ടോ. നന്നായിട്ടത് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ, അത് കൊണ്ട് നടക്കാനൊക്കെ ആയാലും. അപ്പം അതെടുത്ത് നല്ല വൃത്തി മുഖത്ത് നന്നായിട്ട് ഒന്ന് തുടച്ച് മാറ്റണം കേട്ടോ. നല്ല വൃത്തിയാണ്. അപ്പോൾ നമ്മളെ കയ്യിലെക്കാട്ടും ഈ സ്പോഞ്ച് നന്നായിട്ട് തുടച്ച് മാറ്റുമ്പോൾ നന്നായിട്ട് നല്ലൊരു കുറച്ചും കൂടി നല്ല വൃത്തിയായിട്ടൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളരിക്ക എന്ന് പറയുമ്പോൾ നല്ല മുഖത്ത് നല്ല കൂളിങ് എഫക്റ്റും അതുപോലെ തന്നെ നമുക്ക് ഡീപ്പ് ഹൈഡ്രേഷനും ഡാർക്ക് സ്പോട്ട്സും ഡാർക്ക് സർക്കിളൊക്കെ നന്നായിട്ട് മാറ്റുന്ന ഒരു പ്രത്യേക സഹായം തരുന്നതാണ്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് റിസൾട്ടാണ് കണ്ടോ. നന്നായിട്ട് മാറ്റമുണ്ട് കേട്ടോ. നല്ല വൃത്തിയ മാറ്റമുണ്ട്. എൻ്റെ മുഖത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇടയിലൊക്കെ കുരുക്കളുണ്ട്, അതൊക്കെ നമ്മളെ ഡാൻഡ്രഫിൻ്റെയാണ്, അല്ലാതെ അല്ല. നല്ല വൃത്തിയൊരു മാറ്റമുണ്ട് കേട്ടോ. അടിപൊളി ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. അപ്പം നമ്മൾ കൂടുതൽ പിഗ്മെൻറ്റേഷനും ഒക്കെ ടാൻ റിമൂവലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗ്ലോയും കൂടെ തരുന്നതാണ് ഈ ഫേസ് പാക്ക് കേട്ടോ. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ആഴ്ചയിൽ 2-3 തവണയൊക്കെ നല്ലവണ്ണം ചെയ്യാം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ബൈ.